നമസ്കാരം. ഇന്ന് നമുക്കൊരു ചുരിദാർ ടോപ്പ് അളവെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ചുരിദാർ എടുത്തിരിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ഈ ചുരിദാറുടെ ഫസ്റ്റ് ഈ ലെങ്ത്ത് എടുക്കണം. അതിനുവേണ്ടി ഈ ചുരിദാർ ഈ ടാപ്പ് ഈ ഷോൾഡറിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ താഴേക്ക് അളവെടുക്കണം. ഈ ചുരിദാറിൻ്റെ ലെങ്ത്ത് 38 ഇഞ്ചസ്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അടുത്തത് ഷോൾഡർ. ഈ ഷോൾഡർ അളവെടുക്കാൻ ഈ കൈയിൻ്റെ അടുത്ത് നിന്ന് അടുത്ത കൈ അടുത്ത് വരയ്ക്ക് ഇങ്ങനെ ഈ ഷോൾഡർ ലാസ്റ്റ് വരയ്ക്ക് ഇങ്ങനെ വെക്കണം. ഇത് 13 ഇഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിവിടെ മാർക്ക് ചെയ്യാം. അടുത്തത് ആം ഹോൾ. ആം ഹോൾ അളവെടുക്കണം എങ്ങനെയാണ്? ഈ ഷോൾഡറിൻ്റെ നേരെ മേലെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാൽ ഈ കൈക്കുഴീൻ്റെ നേരെ ഏത് അളവ് വരുന്നോ അതാണ് ഇതിൻ്റെ ആം ഹോൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് 6 ഇഞ്ച് വരുന്നുണ്ട്. ഈ 6 ഇഞ്ച് ഇവിടെ എഴുതാം. അടുത്തത് ചെസ്റ്റ്. ചെസ്റ്റ് അളവെടുക്കാൻ വേണ്ടിയിട്ട് നല്ല വിരിച്ചു വിടണം. നല്ല വിരിച്ചു വിട്ട് ഈ കൈയിൻ്റെ അടുത്ത് നിന്ന് അടുത്ത കൈയിൻ്റെ അടുത്ത് വരേക്കുള്ള അളവ് എടുക്കണം. ഇതാണ് ചെസ്റ്റ്. ഇത് 19 ഇഞ്ചസ്. അടുത്തത് വേസ്റ്റ്. വേസ്റ്റ് ഈ ടോപ്പിൻ്റെ നടുഭാഗത്തിൽ നിന്ന് എടുക്കണം. ഈ നടുഭാഗം, ഈ ടോപ്പിൻ്റെ നടുഭാഗം ഇതാണ്. ഇവിടുന്ന് ഇതുവരെയുള്ള അളവാണ് വേസ്റ്റ്. ഇത് 17 ഇഞ്ചസ്. അടുത്തത് ഹിപ്പ്. ഹിപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഈ ചുരിദാറിൻ്റെ സ്ലിറ്റ് മേലെ വെച്ചിട്ട് എടുക്കണം. ഈ സ്ലിറ്റിൽ ഇരുന്ന് മറ്റേ ഭാഗത്തുള്ള സ്ലിറ്റ് വരെയുള്ള അളവാണ് ഹിപ്പ് അളവ്. അത് 20. അടുത്തത് ബോട്ടം റൗണ്ട്. ഈ ബോട്ടം റൗണ്ട് എന്ന് പറയുന്നത് ഈ ചുരിദാറിൻ്റെ ലാസ്റ്റ് അടിയിലുള്ള ഭാഗം. ഇതിൽ നിന്ന് ഇതുവരേക്ക് എത്രയുണ്ടെന്ന് നോക്കണം. ഇത് 22 ഇഞ്ച്. ഇത് നെക്ക്, ഫ്രണ്ട് നെക്ക്. ഇത് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഈ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ നടുഭാഗം വരേക്കും കൊണ്ടുപോകണം. ഇതാണ് കഴുത്ത് ഫ്രണ്ട് നെക്ക് അളവ്. അത് 7.5. ഇത് ബാക്ക് നെക്ക്. ബാക്ക് നെക്കിന് ചുരിദാർ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ ഷോൾഡറിൻ്റെ ബാക്ക് ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഇത് ഭാഗത്ത് ഇങ്ങനെ നടുവിൽ കൊണ്ടുപോയി ഇങ്ങനെ വെക്കണം. ഇത് 6 ഇഞ്ച്. അടുത്തത് ആം ലെങ്ത്ത്. ആം ലെങ്ത്ത് കൈയുടെ നീളം. അത് ഈ ഷോൾഡറിൻ്റെ ഈ കൈയിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി ഇതുവരേക്കും നോക്കണം. ഇത് 6 ഇഞ്ച്. അടുത്തത് ആം റൗണ്ട്. ഇതിലിരുന്ന് ഇതുവരേക്കും എടുക്കണം. ഇതാണ് ആം റൗണ്ട്. ഒരു സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡബിളായിട്ട് എടുക്കണം. അതായത് 12. ഇതാണ് ഒരു ചുരിദാറിൻ്റെ അളവുകൾ. ഇതോട് കൂടി ഈ ലെങ്ത്ത് ഇതോടെ 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഇതൊക്കെ ഡബിളായിട്ട് എടുക്കണം. അതായത് 19 ഇഞ്ചാണ് എടുത്തതെങ്കിൽ നമുക്ക് 38 ഇഞ്ച് വരും. വേസ്റ്റ് 17 ഇഞ്ചാണെങ്കിൽ 34 ഇഞ്ച്. ഹിപ്പ് 20 ഇഞ്ചാണെങ്കിൽ 40 ഇഞ്ച്. ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം എടുക്കണം. ഈ ചെസ്റ്റ്
38 ഇഞ്ച്. ഇത് നമ്മൾ 4 കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ 4 ഭാഗം എഴുതണം. അതേപോലെ വേസ്റ്റ് 34 ഇഞ്ച്, അത് 4 കൊണ്ട് ഹരിച്ച് അതിൻ്റെ 4 ഭാഗം എഴുതണം. ഹിപ്പ് 40, അതിനെ 4 കൊണ്ട് ഹരിച്ച് അതിലൊരു 4 ഭാഗം എഴുതണം. 10 എഴുതിയ 10. ഈ ചുരിദാറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് കണ്ട് അടുത്ത വീഡിയോയിൽ ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. താങ്ക് യു.